ഇതാ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള മുല്ലമുട്ട് മുളകിൻ്റെ സീഡ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ 25 സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർക്ക്, അതായത് അതിൻ്റെ ഇരട്ടി ആളുകൾക്ക് ഞാൻ വിത്ത് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവരെല്ലാം എനിക്ക് ചിലർ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ വാട്സപ്പിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായാലും അവർക്കത് കിട്ടിയല്ലോ, എനിക്കത് മതി. പിന്നെ പലരും കിളിർത്തതായിട്ടും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒത്തിരി ആളുകൾ ഇത് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കായിട്ട് സീഡ് ആകട്ടെ എന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സീഡ്സ് ഇതാ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതായത് ലോങ് വീഡിയോയുടെ താഴെ, ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഇതിൻ്റെ സീഡ്സ് അയക്കും. അപ്പോൾ അതിനുള്ള നമ്പറും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഇത് ഭയങ്കര മണമുള്ള മുളകാണോ എന്ന്. ഇതൊന്നും ഒരുപാട് ഹെവി ആയിട്ടുള്ള സ്മെല്ലുള്ള മുളകല്ല, ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ല് മാത്രമാണ്. നമ്മൾ ഈ ചിലർ ഇവിടങ്ങളിലൊക്കെ കരണം പൊട്ടി അങ്ങനെയൊക്കെ പറയുമല്ലോ, അതല്ല ഇത് അല്ലാണ്ടുള്ള മുളകാണ്. ലൈറ്റ് സ്മെല്ലാണ്. പിന്നെ ഇത് ഓർണമെൻ്റൽ ആണോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓർണമെൻ്റലായിട്ടും നിർത്താൻ പറ്റും. കണ്ടില്ലേ ഇതിൻ്റെ ഭംഗി നോക്കിക്കേ, മുല്ലമൊട്ട് പോലെയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് വലുതായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ചെറിയ കുഞ്ഞ് ടൈനി ആപ്പിൾ അല്ലെങ്കിൽ ചെറി പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ആ ഒരു ഷേപ്പിലൊക്കെയാണ് ഇതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടിക്ക് നല്ല കെയർ വേണം. അതായത് നമ്മൾ സാധാരണ മുളകും കാര്യങ്ങളും വളർത്തുന്നത് പോലെ അല്ല ഇത്. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാൽ എന്താ, ഇതിൽ തന്നെ കണ്ടില്ല, ഞാൻ നന്നായിട്ട് അടിവെള്ളമൊക്കെ കൊടുത്തിട്ട്, ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, അങ്ങനെ നന്നായിട്ട് അടിവെള്ളം കൊടുത്തിട്ടാണ് ഈ ചെടി നട്ടിരുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇത് കായകൾ പിടിച്ചു, നല്ലതായിട്ട് ഇപ്പോൾ കായ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇലകൾക്കൊക്കെ മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റിൻ്റെ അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഇടയ്ക്ക് ഞാൻ ബിവേറിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. എങ്കിൽ പോലും ഈ ഇതുപോലുള്ള ചില നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഇലയുടെ അടിയിൽ വന്ന് നോക്കി നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയില്ല. ഇതൊക്കെ കൂടെ ചേർന്നിട്ട് വീണ്ടും ഇതിന് മുരടിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇനി ഇത് മരുന്നടിച്ച് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല. ഇതിനെ ഓർഗാനിക് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഇതിൽ. അപ്പോൾ ഈ ഇലകളൊക്കെ ഇനി കട്ട് ചെയ്ത് കളയാമെന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാകമായി നിൽക്കുന്ന മുളക് നമുക്ക് സീഡ്സിന് വേണ്ടിയിട്ട് ഞാൻ വിളവെടുക്കുകയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അവരുടെ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് ഞാനിത് അയക്കും. ഇത് കൂടാതെ ഈ നമ്പറിൽ ഇനി ഇത് കൊടുത്തതിന് ശേഷം വരുന്നവർക്ക്, ഞാൻ കമൻറ്റ് ചെയ്യുന്നവർക്ക്, ലോങ് വീഡിയോയുടെ താഴെ വന്നിട്ട് ഇത് ആവശ്യപ്പെടുന്നവർക്ക് ഞാനിത് അയച്ചും കൊടുക്കും. അപ്പോൾ ഇതിന് ഞാൻ എന്തൊക്കെ വളം ഇടും എന്ന് ചിലർ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചാണകപ്പൊടി ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട വളം, അത് ഏത് ചെടികൾക്കാണെങ്കിലും ചാണകപ്പൊടി കൊടുക്കുക. പച്ചച്ചാണകം കലക്കി ഒഴിക്കാനാണ് അങ്ങനെ സൗകര്യമുള്ളവർക്ക് അത് കൊടുക്കാം. പക്ഷേ നമ്മൾ ചാണകം വെയിൽ കൊള്ളിക്കാതെ തണലത്തിട്ട് ഉണക്കിയതിലും ഉണക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ഉണക്കിയിട്ട് കൊടുക്കാം. പിന്നെ അത് ഏറ്റവും ബെസ്റ്റാണ്. അത് ആഴ്ചയിലോ അല്ലെ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുത്ത് അല്പം മണ്ണൂടി അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. പിന്നെ കോഴിക്കാഷ്ടം കിട്ടാൻ സൗകര്യമുള്ളവർക്ക്, അതിൻ്റെ ലഭ്യത ഉള്ളവർക്ക് കോഴിക്കാഷ്ടം കൊടുക്കുക. അത് ഒരുപാട് വാരിയിടരുത്, നമ്മുടെ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അത്ര ഹെവിയാണ് കോഴിക്കാഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നിട്ട് ചൂട് കുറച്ചിട്ട് ചെറുതായിട്ട് നന്നായി നേർപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാം. അതും ചെടികൾ പെട്ടെന്ന് കയറി വരികയും ചെയ്യും. അതുമാത്രമല്ല നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ രോഗങ്ങളും വലുതായിട്ട് നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യില്ല കോഴിക്കാഷ്ടത്തിൽ. പിന്നെ ആട്ടിൻ കാഷ്ടം കിട്ടുന്നവർക്കാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വളമാണ്. നമ്മുടെ ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു CM സൊല്യൂഷൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതും വളരെ മികച്ചതാണ്. ഞാൻ ഒരു വട്ടം അടിച്ചപ്പോൾ തന്നെ എൻ്റെ ചെടികൾക്ക് നല്ല മാറ്റം, പിറ്റേന്ന് തന്നെ അതിന് നല്ല മാറ്റം കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് വാങ്ങിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെയാണല്ലോ. ഓക്കെ, ഞാൻ കുറേ നാളിന് മുമ്പ്, 1 വർഷം മുമ്പൊക്കെ തന്നെ ഞാനത് പല കടകളിലും കണ്ടിരുന്നു, ഈ കൊല്ലം ഏരിയയിൽ, ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ നഴ്സറികളിലൊക്കെ പോയപ്പോൾ കണ്ടിരുന്നതാണ്. പക്ഷേ ഞാനത് വാങ്ങിയില്ല. ഇപ്പോൾ പലരും എന്നോട് അതിൻ്റെ ഒരു അഭിപ്രായം നല്ലതാണെന്ന് കർഷകർ തന്നെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനും ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിതിന് ഈ പൂ അഥവാ ഉണ്ടെങ്കിൽ പോലും ഈ മുരടിച്ച മണ്ട ഞാനങ്ങ് കട്ട് ചെയ്ത് കളയാണ്. കാരണം എനിക്ക് ഈ ചെടി നിലനിർത്തിയേ പറ്റൂ. പിന്നെ വേറൊരു കാര്യം, ഈ
മുളക് ചെടി വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. കാരണം ഇത് പെട്ടെന്നൊന്നും മുളച്ചൊന്നും വരില്ല. സാധാരണ മുളകിൻ്റെ വിത്ത് നമ്മൾ പാകിയാൽ തന്നെ 1.5, ചില മുളകൊക്കെ 2 ആഴ്ച വരെയൊക്കെ ടൈം എടുക്കാറുണ്ട്. ഇത് ചിലർക്ക് അയച്ചു കൊടുത്തവർ പെട്ടെന്ന് മുളച്ചതായിട്ട് പറഞ്ഞു, ചിലർക്കത് താമസിക്കുന്നതായിട്ട് പറഞ്ഞു. ഇനി കിളിർത്ത് വന്നാലും ചില സമയത്ത് ഇത് എന്താണെന്നറിയാമോ, പൊങ്ങി വരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ മണ്ണിൽ പാകാതെ കൊക്കോ പീറ്റ് വെച്ചിട്ട് അതിൽ പാകാൻ ശ്രമിക്കുക. ഇതാ ഇവിടെയൊക്കെ മുട്ടുണ്ടെങ്കിൽ ഇത് മുരടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഞാൻ വെറുതെ പറഞ്ഞതാണോ, ഇത് വെറുതെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് വെറുതെ പറയുന്നതാണോ? കിട്ടിയവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ പറയാറില്ല. എനിക്ക് സീഡ്സ് ആയാലല്ല കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സീഡ്സ് ആവാതെ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഒരു മുളക് ചെടിയിൽ നിന്ന് എത്ര പേർക്ക് ഞാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ പറ്റുന്ന ആളുകളിലെല്ലാം, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുക്കും. എനിക്കത് ഇഷ്ടമാണ്. അയച്ച് കൊടുത്ത് എല്ലാവരുടെയും കൈ വരട്ടെ. കാരണം ഞാനിത് ഇല്ലാതെ ഒരുപാടെടുത്ത് തേടി നടന്നിട്ട് എനിക്കിത് കിട്ടിയില്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇപ്പോൾ പലരുടെ വീടുകളിൽ ഇതുണ്ടായിരുന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനും, നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന മാത്രം അല്ലല്ലോ നമ്മുടെ ജോലി. നമുക്ക് ഒരുപാട് ജോലികളില്ലേ. അപ്പോൾ തന്നെയല്ല, ആ നമ്പർ എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ നമ്പറാണ് ഞാൻ വാട്സപ്പിൽ കൊടുത്തിരുന്നത്. അപ്പോൾ അത് പഠിക്കുന്ന കുട്ടിയാണ്. അവനത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നോട് അമ്മ എപ്പോഴും ഫോൺ വരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് വരുന്നു, അങ്ങനെ മോനും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പം ഞാൻ നമ്പർ അതിൽ നിന്ന് മാറ്റി. തന്നെയല്ല, സീഡാവാതെ ഞാൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും വിളിക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും, നിങ്ങൾക്കും അത് വിഷമം തോന്നും എടുക്കാതിരിക്കുമ്പോൾ. തന്നെയല്ല, ഞാനിവിടെ ഇല്ല, അറിയാലോ, ജോലിക്കൊക്കെ നമ്മൾ ഇറങ്ങി പോകുന്നവരാണ്. അപ്പോൾ പോയിട്ട് ഈ ഫോൺ ഇവിടെ ആയിരിക്കും, മോൻ സ്കൂളിൽ കൊണ്ടുപോകില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും വൈകിട്ട് കയറി വന്നിട്ട് നമുക്ക് വീട്ടിലെല്ലാ സ്ത്രീകൾക്കറിയാമല്ലോ നമുക്ക് എന്തെല്ലാം ജോലികളാണുള്ളത്, നമ്മൾ എല്ലാം ഓടിക്കണ്ടേ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് കൊണ്ടാണ് എടുക്കാത്തത്. അല്ലാതെ എനിക്ക് എല്ലാവരോടും സംസാരിക്കാനും അല്ലെങ്കിൽ സംശയങ്ങൾ പറഞ്ഞു തരാനും എല്ലാം ഞാൻ പറ്റുന്നത് പോലെ ഞാൻ വാട്സപ്പിൽ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇത് തരാതിരിക്കാനോ ഒന്നുമല്ല. ചോദിച്ച എല്ലാവർക്കും തന്നെ എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഞാൻ 5 രൂപയുടെ ഒരു ഇത് വാങ്ങിച്ചിട്ട് അതിലായിരുന്നു അയച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് പലർക്കും അത് കിട്ടാതെ പോയി. ഈ സീഡൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അങ്ങനെ എത്തില്ല. ഇത് സ്പീഡ് പോസ്റ്റിൽ അയക്കുകയാണെങ്കിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് എത്തും. അപ്പോൾ സ്പീഡ് പോസ്റ്റിൽ വേണ്ടവർ അതിൻ്റെ ചാർജ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് കൂടുതൽ നല്ലത്. കാരണം ഈ മഴയൊക്കെ ആയതുകൊണ്ട് പോസ്റ്റ്മാൻ ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും അത് നനഞ്ഞിട്ട് ചിലപ്പോൾ സീഡൊക്കെ പോകും. അപ്പോൾ നമുക്ക് സീഡ് നഷ്ടം വരും, നിങ്ങളുടെ കയ്യിലോട്ട് എത്തുകയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്പീഡ് പോസ്റ്റിൽ സെൻഡ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കുന്നത്. അതിൻ്റെ ചാർജ് നിങ്ങൾ വായിക്കേണ്ടി വരും. സീഡല്ല എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു മുളക് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത് കെയർ ചെയ്യുന്നത്. ഇങ്ങനെ മുരടിച്ച് വന്നാലും ഞാനതെല്ലാം മുട്ടോ പൂവോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളതെല്ലാം കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ വീണ്ടും വളം നന്നായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ട് ഇതിൽ അഗ്രോ പ്ലസോ അതല്ലെങ്കിൽ ഈ CM ലൈനിയാണ് ഞാനിപ്പോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൂടി അടിച്ചൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് വീണ്ടും വളം വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ചെടി പൂത്ത് വീണ്ടും കായ്കൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ മുളക് ചെടി ഇത് സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അല്ലാതുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാനിത് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഇത് ഇട്ട് തരുന്നവർക്കാണ് ഞാനിത് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ കമൻറ്റും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.